الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون
إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم من أتى مسجدا لله فهو حظه صدق رسول الله صلى الله عليه وسلم أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بلغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മഹനീയമായ നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷം അലങ്കരിക്കുന്ന നമ്മുടെ കമ്മിറ്റി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി ജലീൽ കരിപ്പോടി അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട ടി പി അമീർ അലി അവറുകൾ, മുഹമ്മദ് കുഞ്ഞി പല്ലിക്കൽ, അബ്ദുള്ള മുഹമ്മദ് ഹാജി, സിദ്ദീഖ് കൈവത്തിലടക്കമുള്ള പ്രിയപ്പെട്ട സമുന്നതരായ ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, മദ്രസ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ മനോഹരമായ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരുമിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകും. അല്ലാഹു നമ്മെ ഏവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമാകുന്ന സർവ്വവിധ പാപങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. മനോഹരമാകുന്ന ഈ പള്ളിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ളതാകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും അല്ലാഹു നൽകി തുണയ്ക്കുമാറാവട്ടെ. സാമ്പത്തികമാകുന്ന ഭദ്രത അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മഹലിന് ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടതാകുന്ന അഷ്റഫ് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സമുന്നതരാകുന്ന ഉലമാക്കൾ, മഹലിന്റെ സാരഥികൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ,
പ്രവിശാലമാക്കപ്പെട്ട നമ്മളുടെ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് നിലകൊള്ളുന്നത്. കാരണം ഈ മഹാമാരിക്കിടയിലും നമുക്കൊരു മനോഹരമാകുന്ന പള്ളിക്ക് ബഹുവന്ദരാകുന്ന നമ്മുടെ ഖാദിയാർ സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവர்கள் വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അൽഹംദുലില്ലാ, പള്ളിയിൽ സുജൂദ് ചെയ്യുവാനും വീണ്ടും നമസ്കാരങ്ങൾ സജീവമാക്കുവാനും നമുക്കെല്ലാവർക്കും നാഥനായ റബ്ബ് തൗഫീഖ് നൽകും. അള്ളാഹു അതിനുവേണ്ടി പരിശ്രമിച്ചതാകുന്ന അൽസമാൻ അൻവർ സാഹിബ് അടക്കമുള്ളതാകുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നമുക്കും അവർക്കും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പള്ളിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ വിശ്വാസികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലൊരു മഹല്ല് വളരെ സന്തോഷകരമായ നിലയ്ക്ക് ഒരു പള്ളിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു അവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വിലയേറിയ പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതിനെല്ലാം ഉപരി ഈ മഹാമാരിയെ തൊട്ട് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു പരിപൂർണമായി കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ളവരെ, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളി മനോഹരമാക്കേണ്ടത് ഇനി ഇബാദത്ത് കൊണ്ട്, ആരാധന കർമ്മം കൊണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു, അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ ശബ്ദത്തിൽ ഉയർച്ചയിൽ പറയാൻ അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു. വിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ അല്ലാഹുവിന്റെ പള്ളിയിൽ അവന്റെ നാമങ്ങൾ ഉച്ചരിക്കുവാൻ, അല്ലാഹ് എന്ന് വിളിക്കുവാൻ, സുബ്ഹാനല്ലാഹ് ചെല്ലുവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുവാൻ, നമസ്കാരം വിശുദ്ധമായ ഖുർആൻ കൊണ്ട് മറ്റിത്യാദി കർമ്മങ്ങൾ കൊണ്ട് പള്ളി മുഖരിതമാക്കുവാൻ അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു.
في بيوت أذن الله في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും എന്ന് വേണ്ട പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്? ആരാണ് പള്ളിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ടത്? ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഅ. പരിശുദ്ധമായ ദിക്ർ ചൊല്ലുവാൻ, ഖുർആൻ ഓതുവാൻ, നമസ്കാരം ഇത്യാദി കർമ്മങ്ങളുമായി കടന്നു വരേണ്ടത് റിജാൽ പുരുഷന്മാരാണ്, ആണുങ്ങളാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് എടുക്കേണ്ടത് ആരാണ്? ഖുർആൻ പറയുന്നു ആർക്കാണ് ഇത് അനുമതി? റിജാലുൻ പുരുഷന്മാർക്കാണ്. അവരാണ് ഈ പള്ളിയിൽ വരേണ്ടത്, അവരാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, അവരാണ് ദിക്ർ ചൊല്ലേണ്ടത്, അവരാണ് സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടത്. അവർ വരണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ വരണം എന്നർത്ഥം? അള്ളാന്റെ പള്ളിയിൽ വരണം. അതിൽ നിന്ന് തന്നെ മനസ്സിലായി അതിന്റെ മഫ്ഹൂമ മുഖാലഫ എന്നതാണ്. പെണ്ണുങ്ങളാണ് വീട്ടിലിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ പള്ളിയിൽ വരാത്തവന്മാരാരാണ്? പെണ്ണുങ്ങളാണ്. അല്ലാഹു മലക്കാത്ത് സംരക്ഷിക്കട്ടെ. ജുമാ ജമാഅത്തിന് വരാത്തവനാരാണ്? അവൻ സ്ത്രീകളാണ്. ഖുർആൻ പറഞ്ഞു എന്നാ പറഞ്ഞില്ല. رجال لا تلهيهم تجارة ولا بيع عن ذكر الله. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുവാൻ, നമസ്കരിക്കുവാൻ, ഖുർആൻ ഓതുവാൻ, സ്വലാത്ത് ചൊല്ലുവാൻ പള്ളിയെ തിരഞ്ഞെടുക്കുന്നതായ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കാണ് ഇത് അനുമതി അല്ലാഹു നൽകിയിട്ടുള്ളത്. അവർക്ക് കച്ചവട മൈൻഡില്ല, അവർ ദുനിയവിന്റെ പുറകെ പോകുന്നില്ല. ആഖിറത്തിന്റെ ചിന്ത മാത്രമാണ്, ആഖിറത്തിന്റെ ലക്ഷ്യം മാത്രമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള സമയം അവർ തേടുകയാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരു വിഷമം ദുഃഖം വരുമ്പോ നമ്മൾ ഓടി അണയേണ്ടത് പള്ളിയിലേക്കാണ്. പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാകണം. വീട് നമ്മുടെ അഭയ കേന്ദ്രമായതുപോലെ പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, كان النبي صلى الله عليه وسلم إذا حزمه أمر فزع إلى المسجد وصلى ركعتين. حبيبنا رسول الله صلى الله عليه وسلم തങ്ങളുടെ പതിവ് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇദാ ഹസമഹു അംറൻ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞാൽ, മനസ്സിലെന്തെങ്കിലും ഒരു വൈഷമ്യം നേരിട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോവുകയാണ്. രണ്ട് റക്അത്ത് നിസ്കരിക്കുമേ എന്ന് സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നബി തങ്ങൾ എന്താ ചെയ്യാ? നേരെ പള്ളിയിലേക്ക് പോകും, രണ്ട് റക്അത്ത് നിസ്കരിക്കും, പടച്ചവനോട് വിഷമം പങ്കിടും. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവായിട്ടുള്ള മുനാജാത്താണല്ലോ. ആ നിസ്കാരത്തിൽ തന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാം. പക്ഷെ മലയാളം ഉച്ചരിക്കാൻ പാടില്ലെന്നുള്ളൂ. സുജൂദിൽ കിടന്നിട്ട് എല്ലാ വിഷമങ്ങളും മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം, മനസ്സുകൊണ്ട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് വിഷമവും ദുഃഖവും നിനക്ക് പറയാം നാഥനായ റബ്ബിലേക്ക്. ഇതിനാണ് നിസ്കാരം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നൽ അംബിയാ യഫ്സഊൻ ഇദാ ഹസമഹും അംറുൻ യഫ്സഊന ഇലാ الصلاة.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുൻ കഴിഞ്ഞു പോയതാകുന്ന സർവ്വ അമ്പിയാക്കളും മഹത്തുക്കളുമെല്ലാം അവരുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ സ്വഹാബ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അവർ നമസ്കാരത്തിലേക്ക് കടന്നു വരുമായിരുന്നു, അല്ലാഹുവിനോട് പറയുമായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നത് മുൻഗാമികളാകുന്ന അംബിയാ മുർസലീങ്ങളുടെ ചര്യ. അവർക്കും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരും നേരെ ചെല്ലുന്നത് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ നിൽക്കും. പക്ഷെ അവരുടെ നിസ്കാരത്തിന്റെ രൂപവും കോലവും നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലി പോലെയല്ല. മുൻ കഴിഞ്ഞു പോയതാകുന്ന അംബിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടത് നമ്മുടെ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും കോലം പോലെ 5 വഖ്ത് നമസ്കാരം, 5 ടൈമിൽ ഇത്ര റക്അത്ത്, സുബ്ഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4 എന്നീ തർത്തീബിലല്ല. അതിന് വ്യത്യാസമുണ്ട്, കോലവും രൂപവും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് ആയത്തുകൾ ഓതേണ്ടി വരും. ഞാൻ മുമ്പ് അത് പറഞ്ഞത് നമസ്കാരം എന്നുള്ള വിഷയം ഞങ്ങൾ യൂട്യൂബിലൊന്ന് പരതിയാൽ മതി. അംബിയാ മുർസലീങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്ന് സുബൂത്താക്കുന്ന ആയത്തുകളും ഹദീസുകളും ധാരാളം. അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് ആ വിഷയം പറഞ്ഞത്. എല്ലാ അംബിയാ മുർസലീങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ആ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും വ്യത്യാസമുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ 5 ടൈമിലായി, 5 വഖ്തുകളിലായി ഈ രൂപത്തിലും ഭാവത്തിലും റുകൂഉ, സുജൂദ് എന്നീ തർത്തീബിലുള്ളതാകുന്ന നമസ്കാരം അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ള, അത് നമുക്കുള്ള ഖുസൂസിയത്ത്. ചെറിയ കാര്യമല്ല, വലിയ അമല. അല്ലാഹുവിലേക്കുള്ളതാകുന്ന അടുക്കാൻ നമുക്ക് സാധിക്കണം. അടുക്കുക എങ്ങനെയാണ്? ഈ നമസ്കാരത്തിലൂടെ അടുക്കുള്ളൂ. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്, യതഖറബു ഇലയ്യൽ അബ്ദു ബിന്നവാഫിലി. സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമകൾ കടക്കാൻ സാധിക്കുമേ എന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ വയദഹു അല്ലദീ യബ്തശു ബിഹാ വരിജലഹു അല്ലദീ യംശി ബിഹാ. ഞാൻ അവന്റെ കണ്ണാകും, അവന്റെ കാതാകും, അവന്റെ കയ്യാകും, ഞാൻ അവന്റെ കാലാകും. ഹദീസ് വിശാലമാണ്. പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് അടുത്തടുത്തടുത്തടുത്ത് വിലായത്തിന്റെ മർത്തബയിലേക്ക് അവൻ എത്താൻ സാധിക്കും. നമസ്കാരം ഫർള് മാത്രമല്ല, ഈ 5 വഖ്ത് ഫർള് മാത്രമല്ല, അതിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം. ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് ശ്രദ്ധിക്കണം. സുബഹിക്ക് മുമ്പുള്ളതാകുന്ന 2 റക്അത്ത് സുന്നത്ത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അലം നശ്റഹി എന്ന സൂറത്ത് 1-ാമത്തെ റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നതാകുന്ന സൂറത്ത് അതിനോടൊപ്പം ചേർത്തുകൊണ്ട് 1-ാമത്തെ റക്അത്തിൽ തന്നെ ഓതുകയും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടി ഓതി ആരെങ്കിലും 2 റക്അത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ അവൻ ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. മാഷാ അല്ലാഹ്, ഇത് പ്രഭാഷണം നടത്തി പല സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ധാരാളം സഹോദരിമാർ ഇത് അമൽ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈക്കൊണ്ടത് ഇന്നും വിളിച്ച് സന്തോഷം പങ്കുവെക്കുന്ന ധാരാളം ആളുകൾ. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിഷമമില്ല, പ്രയാസമില്ല, സന്തോഷകരമായ ജീവിതം. രാവിലെ പ്രഭാതത്തിൽ അവ്വൽ സുബഹിക്ക് എഴുന്നേറ്റ് സുബഹി ബാങ്ക് വിളിക്കുമ്പോ 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ തന്നെ നിസ്കരിക്കണം. വീട്ടിലാണത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. വീട്ടിൽ സുന്നത്ത് നമസ്കാരം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് ഉണ്ടാക്കണം. അക്രിം സ്വലാത്ത് അക്രിം ബുയൂതകും ബിബഅദി സ്വലാത്തികും ശഫീഉനാ റസൂലുള്ളാഹി. വീട്ടിൽ നിങ്ങളുടെ നമസ്കാരങ്ങൾ കൊണ്ട് വീട് ബറക്കത്ത് ഉണ്ടാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കരിക്കും. നബി തങ്ങളുടെ ചര്യ അതാണ്. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കും. വീട്ടിൽ ഖുർആൻ ഓതണം.
അപ്പൊ 2 റക്അത്ത് സുന്നത്ത്, സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. നിയ്യത്തിൽ കൈകെട്ടി ഫാത്തിഹ, അലം നശ്റഹ് സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതിനോടൊപ്പം. 2-ാമത്തെ റക്അത്തിലേക്ക് വന്നു ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഓതുക. അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നിസ്കരിക്കുക. ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ. ആരെങ്കിലും സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചവരുണ്ടോ, അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം ഈ ആയത്ത്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ബാസൂറിന്റെ അസുഖം, മൂലക്കുരുവിന്റെ അസുഖം, ഫിസ്തുര ഉള്ളവർ ശ്രദ്ധിച്ചോ, അവരെല്ലാ ദിവസവും ഈ സൂറത്ത് ഓതി നമസ്കരിക്കുന്നവൻ ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അവന് ആ രോഗം ഉണ്ടാവൂല. അല്ലാഹു ശിഫ നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, അത് വെച്ച് അമൽ ചെയ്യുക ചെറിയ കാര്യമല്ല, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വിഷമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല. ഇത് ചെയ്തു നോക്കിയെങ്കിലും അറിയൂ. ഒരു 15 ദിവസം ഈ രീതിയിൽ നിസ്കരിച്ചു നോക്കാം, അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വരുന്നവരൊന്നും മുമ്പോട്ടിരുന്നാൽ റാഹത്താവും. ഇനിയും വരുന്നവർക്ക് നമ്മുടെ ഫ്രണ്ടിൽ അനുഗ്രഹിക്കട്ടെ. എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല സൂപ്പർ ബാങ്കാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ബാങ്ക് കേട്ടാൽ തന്നെ നമുക്ക് എന്തായാലും പള്ളിയിലോട്ട് പോകാൻ തന്നെ തോന്നും, അല്ലേ? താണെന്നുള്ളവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. കുറച്ചു പേർക്ക് കാഹത്ത് കുറവുണ്ടെന്ന്. ആ മതി. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാ ദിവസവും സുന്നത്ത് നമസ്കാരം നമ്മൾ നിത്യമാക്കണം. സുബഹിയുടെ സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള സുന്നത്ത്. അർബഅൻ ഖബല ളുഹരി വ ബഅദഹു. ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4 ഉണ്ട്. അസറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. മഗ്രിബിന് ശേഷം 2 റക്അത്ത് ശക്തിമത്തായ സുന്നത്തുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല. ഇശാഇന് ശേഷമുള്ള സുന്നത്തും ശക്തിമത്തായ സുന്നത്തും. 12 സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത്, ഇശാഇന് ശേഷമുള്ളതാകുന്ന 2 റക്അത്ത് സുന്നത്ത്. ഈ സുന്നത്തുകൾ കൃത്യമാക്കി ഒരു വ്യക്തി നമസ്കരിച്ചു പോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ സുന്നത്ത് നിസ്കരിക്കുന്നവൻ എന്താ നിസ്കരിച്ചിരിക്കണം? ഫർള് നിസ്കരിക്കണം, അല്ലാതെ ഈ സുന്നത്ത് മാത്രം പോരാ. ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്തും നിത്യമായി നമസ്കരിച്ചാൽ നരകം അല്ലാഹു അവൻ ഒഴിവാക്കി കൊടുക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ ഹദീസാണ്, ഓതാൻ നമ്മളില്ലാതെ ധൃതി പറഞ്ഞു പോകുന്നത്. ഒക്കെ ഹദീസാണ്. ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ളുഹറിന് ശേഷമുള്ളതാകുന്ന 4 റക്അത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഫർള് നിസ്കരിക്കുന്നവർക്കായി പറയുന്നത് കേട്ടോ. ഫർളില്ലാത്ത ഹൈവാനോട് പിന്നെ ഇത് എത്ര ഹദീസ് എന്താ കാര്യം? 4 റക്അത്ത് ഫർള് ളുഹറില്ലാത്തവനോട് ളുഹറിന് മുമ്പുള്ള 4 റക്അത്തിനെ പറ്റി മഹത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യം. ഫർള് നമസ്കാരം നിത്യമാക്കി കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത്. സുന്നത്തിലൂടെ അടുക്കാൻ പറ്റും. റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതൊക്കെയാണ്, അല്ലാതെ വേറെ വഴിയില്ല. നമസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ
പിന്നെ ഒരു അടുത്ത മാർഗം സുജൂദിലൂടെ അടുക്കാം. വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം. വഖ്തരിബ്, റബ്ബിലേക്ക് നീ അടുക്കണം. എങ്ങനെ അടുക്കാം? എങ്ങനെ കൂടുതൽ അടുക്കാൻ പറ്റും? സുജൂദിൽ അടുക്കാൻ സാധിക്കും. അപ്പൊ സുന്നത്ത് ഫർദ് നമസ്കാരത്തോടൊപ്പം സുന്നത്തുകൾ അധികരിപ്പിക്കുക. അത് സുന്നത്ത് നമസ്കാരങ്ങൾ പെടും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന തിരുസുന്നത്തുകളെല്ലാം പെടും. അതെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ, സുന്നത്ത് നമസ്കാര വേളയിൽ സുജൂദിൽ ഒരല്പനേരം വെറുതെ കിടന്നാ പോരാ, അവിടെ ദിക്റുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 പ്രാവശ്യം പറഞ്ഞു അല്ലേ? പിന്നീട് അധികരിപ്പിക്കേണ്ടത് ഏതാണ്? اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي. റുക്കൂയിലുണ്ട് ഇതേപോലെ, സുജൂദിലുണ്ട്. റുക്കൂയിലാവുമ്പോൾ അല്ലാഹുമ്മ ലക റകഅതു, നിനക്ക് വേണ്ടി ആ റുക്കൂഅ് ചെയ്തു. സുജൂദിലാവുമ്പോൾ അല്ലാഹുമ്മ ലക സജദതു, നിനക്ക് ഞാൻ സുജൂദ് ചെയ്തു. ഈ വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي. ذكر رسول الله صلى الله عليه وسلم തങ്ങൾ ചെയ്ത ദുആ. നീ ഈ ദുആ എന്ന് അറിയില്ലേ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. നിനക്ക് ദുആ ചെയ്യാം. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. ഖുർആനിലുള്ള എല്ലാ ദുആകളും നിനക്ക് ദുആ ചെയ്യാം. നിനക്കറിയാവുന്ന സുന്നത്താക്കപ്പെട്ടതാകുന്ന ദുആകൾ അറബിയിൽ ചെയ്യണമെന്ന് മാത്രം, മലയാളത്തിലാകാൻ പാടില്ല. പടച്ചവനെ നമുക്ക് കാത്തോണേ എന്ന് പറഞ്ഞ അറാബായി കാരം പോയി എല്ലാം വീട്ടിൽ പോയാൽ മലയാളം പറയാൻ പാടില്ല, അറബിയിൽ നിനക്കെന്നും പറയാം. നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് നിനക്ക് ഇറക്കി വെക്കാം. സുജൂദിൽ ഒറ്റയ്ക്കുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഇമാമിനോടൊപ്പാണെങ്കിൽ ഇമാമ് വീട്ടിൽ പോയിട്ടുണ്ടാവും, സലാം വീട്ടിട്ട് നിന്നെ കാത്തിരിക്കത്തൊന്നുമില്ല. സുജൂദിൽ കിടന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേക്കുമ്പോ യാ അല്ലാഹ് എല്ലാം കഴിഞ്ഞു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാള് കാണുക, കുറെ നേരം സുജൂദിൽ കിടക്കാനും അല്ലേ പറയാം. നമ്മുടെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കുന്ന വേളയിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. ദുഹാ നമസ്കാരമുണ്ട്. മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള അവ്വാബീൻ എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം 6 റക്അത്ത് പഠിപ്പിക്കുന്നു. വിത്ര നമസ്കാരം 11 റക്അത്തുണ്ട്. അങ്ങനെ സുന്നത്ത് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. യാത്രക്കാരൻ ഏത് ചെറിയ യാത്ര പോയാലും 2 റക്അത്ത് സുന്നത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. യാത്ര പോവാൻ, ആ യാത്ര പോകുമ്പോഴത്തേക്ക് നീ ഇവിടുന്ന് കാസർഗോഡൊക്കെ പോവാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് യാത്ര പോയി. ആ യാത്രയിൽ വലിയ ബറക്കത്ത്. ഉസല്ലി സുന്നത്ത സഫരി റക്അത്തൈൻ ലില്ലാഹി തആല. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. വുദൂഅത്ത് ഖിബലക്ക് അഭിമുഖമായിരുന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്അത്തിലും ഓതി നിസ്കരിക്കാൻ. യാത്രയിൽ ഖൈറുണ്ടാവും. മക്കള് പരീക്ഷയ്ക്ക് പോവാൻ, സ്കൂളിലേക്ക് പോവാൻ, നീ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദുനിയാവിന്റെയും ആഖിറത്തിന്റെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോ, ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വേളയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമാണ്. നമുക്ക് പലതും അറിയാം, പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം തഹജ്ജുദ് എന്ന് പറയുന്ന മഹനീയമായ സുന്നത്ത് നമസ്കാരം. രാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഈ നമസ്കാരം വേണം. രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരല്പം ചെറിയൊരു ഉറക്കമാണെങ്കിൽ മതി. ഉറങ്ങുന്നതിന് തഹജ്ജുദ് ഉറങ്ങാത്തവനില്ല. ഉറങ്ങി എഴുന്നേൽക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് ഏറ്റവും ചുരുങ്ങിയത്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാം, അൽഹംദുലില്ലാ. കഴിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ. ബാങ്ക് വിളിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാഷാ അല്ലാഹ് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ, വിദ്യ അവർ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബിനിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഭാര്യ ഇവിടെ രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹു കബൂലാക്കട്ടെ. ഭർത്താവ് എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നു. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അങ്ങനെ ചെയ്തു നോക്ക് നിങ്ങൾ.
നിങ്ങൾ അന്യമതത്തിലാകുന്ന സഹോദരങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കി. രാവിലെ 4:30 മണിയാവുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവരുടെ ദേവാലയങ്ങൾ പോകേണ്ടവർ അതിന് പോകുന്നുണ്ടോ? നമ്മുടെ പള്ളിയിൽ അള്ളാഹ് പറ്റുവരുത്തനില്ല. വരികാണത്തിന് കുളിക്കത്തുമില്ല, നനയ്ക്കത്തില്ല. പെരുന്നാളിലന്ന് മാത്രമാണ് കുളിച്ചു വരുന്നത്. അല്ലാത്ത ഒറ്റ കുളിക്കത്തില്ല. പെരുന്നാളിലന്ന് പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? വസ്ത്രവിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ. നാഥനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടോ? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദരിമാരുടെ മുസല്ലയൊന്ന് ശ്രദ്ധിക്കും. അവരുടെ നിസ്കാര കുപ്പായി ഒന്ന് നോക്കി. 81 ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മുസല്ലയാണ്. തീരെ മുക്കി അതൊരു കോലത്തിലായി. അതൊന്നും മാറ്റാറില്ല. നല്ല വസ്ത്രം നമുക്കില്ല അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. ബാക്കി കല്യാണത്തിനും ആർഭാടങ്ങൾക്കും ക്ലോസേറ്റിൽ നിന്ന് കേക്ക് തോണ്ടി നാക്കിലേക്ക് വെക്കാനും ഒക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനവും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ വിഷയങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് വിടുന്നില്ല. ക്ലോസേറ്റ് മോഡൽ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് തോണ്ടി കളിക്കുക. നല്ല റാഹത്ത് തീട്ടം വാരി നാക്കി വെക്കുക. അതിനൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ ഇടുമ്പോഴും നല്ല കോട്ട് സൂട്ടും. പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രമില്ല. സമൂഹം എവിടം വരെ എത്തിപ്പോയി. പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രമില്ല. ചിന്തിക്കും. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ? നമസ്കരിക്കാൻ പോകുമ്പോൾ നല്ലൊരു ശുഭവസ്ത്രം, വെള്ള വസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ? തലയിൽ തൊപ്പി വെക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനമാണോ നമ്മൾ ധരിക്കുന്നത്? നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല? ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ചിന്ത വെച്ചിട്ടില്ല എങ്കിൽ എവിടെ എത്തും? എന്തുകൊണ്ട് നമസ്കാരം പാഴായി പോകുന്നു? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ് ഉസ്താദേ, എന്നിട്ടും അള്ളാഹു എനിക്ക് ഈ മഹാമാരിയെ തൊട്ട് കാവല് നൽകിയില്ല. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു. പലരും പറയുന്ന ഡയലോഗ്. നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലുമൊക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ? അതിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ? നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടോ? സുജൂദിൽ കിടന്നിട്ട് ദുആ ഇരുന്നിട്ടുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഖറബു മാ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി അസ്സ വജല്ല വഹുവ സാജിദുൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ അല്ലാഹുവിലേക്ക് ഒരു അടിമ അടുക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഏതെന്നറിയുമോ? വഹുവ സാജിദുൻ. അവൻ സുജൂദിലായിരിക്കുകയാണ്. അവൻ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുജൂദിൽ കിടക്കുമ്പോൾ ശരിക്കും ദുആ ഇറക്കാം. അതിന് ദുആ നമ്മൾ പഠിക്കണം. അറബിയിൽ ശരിക്കും ദുആ ഇറക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അറബി എന്ന് അറിയില്ലേ, മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സുകൊണ്ട് പറയും. നാമകൊണ്ട് ഒരിക്കലും പറയണ്ട. ലഫ്ള് ഉച്ചരിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് പറയാമല്ലോ. മനസ്സുകൊണ്ട് സംസാരിക്കാം. അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റവനിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ അവര് തിരിയുന്നുണ്ട്. സംഭവം എന്താണ്? അതുപോലെ എടുത്തു മാറ്റാനാണ് ഇയാൾ പറയുന്നത്. നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല, പോസ്റ്റ് കാണിക്കില്ല. അങ്ങനെ കാണിക്കുന്നവന് പിന്നെ പടച്ചോറപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും. അറബിയിൽ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല എങ്കിൽ നീ എന്ത് ചെയ്തോ? മനസ്സുകൊണ്ട് റബ്ബിനോട് സംസാരിക്കും. വിഷമങ്ങളൊക്കെ പറയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും, സാമ്പത്തികമാകുന്ന എല്ലാ പരാധീനതകളും പറയും. എല്ലാം റബ്ബ് അരുത് വരുത്തും. ഈ റബ്ബിനോടൊന്ന് പറയണം, മനസ്സ് തുറക്കണം. അതിനാണ് നമസ്കാരം. ബഅദാദ് ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഅൽതു സൗബാന, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ സൗബാനേ അല്ലിംനി അലാ അമലിൻ യുഖർരിബുനി ഇലല്ലാഹ്.
മിഅ്ദാദ് ബിൻ അബീ തുൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാനിനോട് ചോദിക്കുകയാണ്, സൗബാനേ സൗബാനേ, എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരണേ, പഠിപ്പിച്ചു തരണേ. സൗബാൻ റളിയല്ലാഹു തആല അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, സഅൽതു റസൂലല്ലാഹ്, ഞാൻ ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക, ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, അലൈക ബികസറത്തി സുജൂദ്, ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കണേ, സുജൂദ് അധികരിപ്പിക്കണേ. ഫൈനക ലാ തസ്ജുദു ലില്ലാഹി സജദതാ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജാ വഹുത്തക ബിഹാ ഖതിയതാ. നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്കുള്ള പദവി നിനക്ക് ഉയർത്തുകയാണ്. ഓരോ സുജൂദും നീ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ, ഓരോ സാഷ്ടാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോൾ അല്ലാഹു നിനക്കൊരു ദറജ ആഖിറത്തിലേക്ക് ഉയർത്തി തരുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു താഴ്ത്തി കളയുകയാണ്, ഒരു പാപത്തെ അല്ലാഹു ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് സുജൂദ് നീ അധികരിപ്പിക്കണേ. സുജൂദിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു മിഅ്ദാദ് ബിൻ തുൽഹയോട് പറഞ്ഞുവെങ്കിൽ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നമസ്കരിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നമസ്കാരത്തിൽ നാം സുജൂദ് ദൈർഘ്യത വെക്കുന്നില്ല. ആ സുജൂദിൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്, അറക്കുകയാണ്. അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സുജൂദ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുജൂദിൽ ഇന്ന് മുതൽ എപ്പോഴും നമ്മൾ അങ്ങനെ കിടക്കാം. സുജൂദിൽ അങ്ങനെ കടന്നു പോയിക്കേ, നമ്മുടെ ഈ നട്ടലിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും, രക്തത്തിന്റെ നല്ല പ്രവാഹം ഓട്ടം തലച്ചോറിലേക്ക് പോയിട്ട് കുറച്ചു നേരം കടന്നു തലകുത്തി കിടക്കുന്നില്ല. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിന് നേരെ കൈകൾ വെച്ച് നല്ല റാഹത്തായിട്ട് കടന്നു വയ്ക്കുക. തുടയല് നമ്മുടെ ഈ വയറിനോട് ചേരാൻ പാടില്ല. പുരുഷന്മാര് കിടക്കുമ്പോഴത്തേക്ക് അല്ലാഹ് റാഹത്തായിട്ട് കിടക്കും, തലയാണേനെ വെച്ചു കൊടുത്ത് അയവനോടെ കിടന്നു. അങ്ങനെയല്ല, അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത്. അവരുടെ തുടയും അവരുടെ വയറും ചേരുക. അതോടൊപ്പം തന്നെ കൈ രണ്ട് ഇങ്ങനെ പരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് സുജൂദ് ചെയ്യണം. സ്ത്രീകളുടെ നാടല്ല. എന്തുകൊണ്ട്? അവരുടെ മാറിനോട് ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. അവരിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തി എന്ന് കഴിഞ്ഞാൽ ശരിയാവൂല. അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു. നോക്കണം, ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന മതമാണ്. പുരുഷന്മാരെന്ത് ചെയ്യണം? നല്ലതുപോലെ കൈ നല്ല റാഹത്തായിട്ട്, വയറും കൊണ്ട് പൊട്ടാൻ പാടില്ല. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും. ആ സുജൂദ് ഒരു മിനിറ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുന്നേറ്റിരിക്കുമ്പോ തന്നെ പറഞ്ഞ് ശരിയാട്ടാ, നല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ ചെയ്യൂല. നമുക്കാരും വീട്ടിൽ പോയിട്ട് തലകുത്തി മറിയലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്തു നോക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. അപ്പോഴാ ഉന്മേഷം. നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ലൊരു അമലായത്? നല്ല ആരോഗ്യം കിട്ടും നമസ്കാരം ചിട്ട വെച്ച. സുന്നത്തുകൾ അധികരിപ്പിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടാവും. നിനക്ക് നല്ല സിസ്മായിക്ക് വേണം, നല്ല ഉന്മേഷം വേണം, നമസ്കാരം കറക്റ്റ് ആയാൽ മതി, വേറൊന്നും വേണ്ട. സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും. എല്ലാ വ്യായാമമുണ്ട്. രക്തത്തിന്റെ പ്രവാഹം കറക്റ്റ് ആവും, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവും, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. അതല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അമലേനാണ് നമസ്കാരമാണ്. ഇത് ചെറുപ്പത്തിൽ മദ്രസത്തിൽ പഠിച്ചോളൂ, അല്ലാതെ ചെയ്തിട്ടില്ല. രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടുകയാണ്. പറന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും, എന്നാലും സുന്നത്ത് സുന്നത്തിക്ക് അകത്തോട്ട് കയറൂല. പള്ളിയുടെ വാതിൽ അവിടെ ഇത് വീട് വലിച്ചുകൊണ്ടിരിക്കുക. ബാത്റൂമിൽ കയറി അവിടെ കുറ്റിവീടി എല്ലാം. പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കുറ്റിവീടി കൊണ്ട് നിറയും. അതാ നമ്മുടെ പരിപാടി. വീടി വലിക്കാൻ വേണ്ടി കയറുക പള്ളിയുടെ ഓപ്പോസിറ്റ്. വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ റാഹത്തായിട്ട് വെളിക്കിറങ്ങിയിട്ട് പോവാ. അങ്ങനത്തെ നിയത്തിലുള്ള ആളുകൾ.
ഇവിടെയല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പള്ളിയിലെ ബാത്റൂം കാണുമ്പോ, ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം, അതിനുവേണ്ടി നിയ്യത്ത് വെക്കുന്ന ചില ആളുകൾ. വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വഴിയാത്രക്കാർ, അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല. ചില ആളുകൾ ഇതിന്റെ സിഗരറ്റ് വലിക്കാം, മുറുക്കാൻ വലിച്ചിട്ട് അവിടെയൊക്കെ തുപ്പി ഹറാബാക്കി വെക്കുക. പള്ളിയുടെ കൊലയില് മിക്ക പള്ളികളിലെ ഇതാണ്, തുപ്പിയിട്ട് അവിടെയൊക്കെ ഹറാബാക്കി വെക്കുക. എത്ര വൃത്തിയാക്കിയാലും പിന്നെ അതിൽ ശരിയാവും. ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാം ഹറാബാക്കാൻ വേണ്ടി തന്നെ ആളുകൾ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. മന്നതാ മസ്ജിദൻ ലില്ലാഹി ഫഹുവ ഹല്ലുഹു. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, ഭാഗ്യമാണ്. പള്ളിയുമായി ബന്ധപ്പെടുക, പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഫഹുവ ഹല്ലുഹു, അതവന്റെ ഭാഗ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വീട് നിനക്കൊരു അഭയകേന്ദ്രമായത്. അതുകൊണ്ടാണല്ലോ വീട്ടിൽ കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം? വലതുകാല്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാല്? ഹജ്ജിന് പോയാൽ ഏത് കാല് വെച്ചാൽ മതി? ചിലര് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ കളിക്കുക, ഏത് കാല് വെക്കണോ? അവസാനം ഒരുത്തനുണ്ട് ഒരൊറ്റ ചാട്ടം കൊടുത്തു. അപ്പൊ പിന്നെ ആർക്കും മസല ഒരു കുഴപ്പമില്ല. ഇടതുകാല് വെക്കണോ വലതുകാല് വെക്കണോ അതാ ആശങ്ക. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു അമലല്ലേ, അതിന് പോകുമ്പോ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ. എന്ത് കാര്യത്തിന് പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് മതി? ഇടതുകാല്. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്, അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് പോലെ തന്നെ പള്ളി അഭയകേന്ദ്രമാണ്. കാരണം അള്ളാഹുവിന്റെ വീടാണിത്, ഏറ്റവും വലിയ അഭയകേന്ദ്രം. അതുകൊണ്ടാണ് എന്ത് വിഷമമുണ്ടായാലും നബിതങ്ങൾ സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം വീട്ടിലുള്ളവരെക്കാളും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പടച്ചറപ്പിനോട് പറയലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ നേരെ ചെല്ലുന്നത് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പറയും. അല്ലാഹുവിനോട് നമ്മളും അങ്ങനെ ആകണം. പള്ളിയിലെത്താൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അർശിന്റെ തണൽ ലഭിക്കുന്നത് ആർക്കാണ്? 7 വിഭാഗം എണ്ണിയതിൽ പരിശുദ്ധ പ്രവാചകൻ എണ്ണുകയാണ് അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളതാകുന്ന ആൾക്ക് അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു അർശിഹി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ ജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്ത ഇതാ ളുഹറിന് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. ളുഹർ നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാ അസ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയൊലി കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവനിതാ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി.
പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണലെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ എന്തുണ്ട്? അർശിന്റെ തണലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, പള്ളിയോട് ബന്ധപ്പെട്ട് കണക്ഷൻ വെക്കുന്നവൻ, ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കിട്ടുന്ന നേട്ടം ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തുന്നവർ, പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു തൂക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട, സ്വന്തമായിട്ടൊരു ചൂലെടുത്തിട്ട് അത് വൃത്തിയാക്കുന്നവൻ, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ, അർശിന്റെ തണൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമാണോ? ഇതൊരു ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കിടപാടുകളുണ്ട്, അമാനത്തുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം, നോമ്പ്, റമദാൻ നോമ്പ്, പരിശുദ്ധമായ സകാത്ത്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഇതൊക്കെ പടച്ചറബ് നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ. ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു. മുസ്ലിമീങ്ങൾ നമ്മൾ അത് പാലിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. കടമകളാണ് ഇത്, കടപ്പാടുകളാണ്. അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടുകാരോട് നമുക്ക് കടമകളും കടപ്പാടുകളും, അയൽവാസികളോട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടിലുള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളോടുണ്ട് കടമകളും കടപ്പാടുകളും. എന്തിനേറെ ഇവിടെ ജീവിക്കുന്നതാകുന്ന ജീവജാലങ്ങളോടും സസ്യലതാദികളോടും എല്ലാം മുസ്ലിമീങ്ങൾക്ക് കടപ്പാട്. മുസ്ലിമാണോ? നിനക്ക് കടപ്പാടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാത്തിനോടും കടമകളും കടപ്പാടുകളുണ്ട്. അത് പരിപൂർണമാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. بسم الله الرحمن الرحيم. قد أفلح المؤمنون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين
മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടുകൂടി നിലകൊള്ളുന്നവരാണ്. പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തലങ്ങൾ തുടികൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ. ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കയറുന്നവരാണ്. ഇതിരിക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ, ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവന് അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഏഴാം ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. ആലമുൽ ജബറൂത്ത് മാറുകയാണ്. ആലമുൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ്. ആലമുൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവരായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിൽ കളകൂജലങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ അക്ഷരം നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ. ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി, നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين هم على صلاتهم يحافظون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇതാ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നായി പറയുകയാണ്. തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവരും വിജയിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റഊൻ. ഹക്കടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ, ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി, കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ചു കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽക്കോട്ടെ പോയി ഇരിക്കാൻ, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? എന്ത് ചെയ്യണം? ചൂണ്ടയിടണം, നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാട് തേപ്പിച്ചേക്കാം, മോക്ക് ചെലവ് കൊടുക്കണം, റാഹത്ത്. പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ, നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ, പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ.
وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻതഹുകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വക്കത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയാൻ പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പോവാ. എന്താണ് ക്വാളിഫിക്കേഷൻ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാകും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും. പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം, കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടിയൊന്നും പറ്റൂല. അതാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. പടച്ച റബ്ബിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴുമെന്നുള്ളൊരു ബോധമുള്ളവരെ പള്ളി കമ്മിറ്റിക്കാരിക്കുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ർ താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹത എന്നർത്ഥം. അള്ളാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും ഉണ്ട് നിയമം. അത് പഠിക്കണ്ടേ? നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ. ഇപ്പൊ പള്ളിയോട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ മഹല്ല് പരിപാലനം എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഉത്സാഹം അവരെന്ത് പറയാം, അങ്ങനെയൊന്നും ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി ലൈവല്ലേ, കുറച്ച് പേര് കേൾക്കട്ടെ, എല്ലായിടത്തും എത്തണ്ടേ. ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ല് സമിതികളും ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ആയത്തുകൾ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് മനസ്സിലാക്കണം നമ്മൾ. നമസ്കാരം 5 വഖത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ കാണുന്നില്ല ആ പരിപാടി.
5 വഖത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ശരിയാകും. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവർ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയം ഒന്നും അങ്ങോട്ടോ തെന്നി മാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കാൻ. നമ്മള് പള്ളിയിലെ ഇഖാമത്ത് കൊടുക്കാൻ മോദിനെ കണ്ടില്ല, ശമ്പളം തന്നെ കേട്ടോ, അത് നമ്മുടെ പരിപാടി. നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആൾക്കാർ നോക്കാം. ഇഖാമത്ത് കറക്റ്റ് ടൈമിൽ വേണം. അതുപോലെയാണ് അതേ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളി കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോ മറ്റുള്ളവരോട് ചോദിക്കുക, കൊടുക്കാറുണ്ട് വല്ലതും കൊടുത്തായിരുന്നു. സക്കാത്ത് ആദ്യം ഇവിടെ വിഷയം കൊടുക്കണം. അതാ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത് ഉണ്ട്. ഫിത്ർ സക്കാത്ത് മറ്റേ 2.5 കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള 5 പേരെ കണക്കാക്കിയിട്ട് 12.5 കിലോ അരി കൊണ്ട് കൊടുത്തേക്കും. അതല്ല ഈ പറയുന്നത്, അത് ശരീരത്തിന്റെ സക്കാത്താണ്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതല്ല, സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ട്, കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ട്. അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്തുണ്ട്, വെള്ളിയുടെ സക്കാത്തുണ്ട്, അതൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. തീർന്നില്ല, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല. ലോകത്ത് അല്ലാതെ വേറൊരു മഹ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. വേറെ വിഷയം. അല്ലാഹ് അല്ലാതെ ഒരു ഒലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണ്ട, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. അള്ളാന്റെ വിഷയം വരുമ്പോ പേടിക്കും വേണം. അതാണ് പറയുന്നത്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ളുക. ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ പൊരുത്തം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്കിയേ. എങ്കിലോ എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ, അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഉറപ്പായിട്ടും സന്മാർഗം ശ്രദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ ഒക്കെ തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ ലിത്തഹ്ഖീഖി, അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം വന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഹിദായത്ത് കൊടുക്കും, ഒരു ഹിദായത്ത് സിദ്ധിച്ചവരാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിലുള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈദാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഖുർആൻ എന്ന പേരുണ്ട്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂറത്തിന്റെ പേര് സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അവിടെ ആമീൻ പറയുമ്പോൾ നമ്മള് എവിടെയാ നീട്ടേണ്ടത്? ആമീൻ. ആ മീമിന്റെ എവിടെ നീട്ടേണ്ടത്? ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ മഗ്‌രിബിന് ഇമാം വന്നപ്പോ എല്ലാവരും ഈ ആ നീട്ടിക്കൊള്ളുക. പിന്നെ സൂറത്ത് തീരാറായപ്പോഴാണ് മീം. എവിടെ നീട്ടേണ്ടത്? എവിടെയാണ്? ആമീൻ. ആമീന്റെ എവിടെ നീട്ടേണ്ടത് കേട്ടോ? എന്ന് പറഞ്ഞേ വലദ്ദാല്ലീൻ. ആടവിടെ കുറച്ച് കിട്ടിയാൽ ആമീൻ ആമീൻ ഒന്ന് പറഞ്ഞ ഒന്നുകൂടി ആമീൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ എപ്പോ പഠിക്കാൻ? 90 വയസ്സായി, തീരാറായി, ഇതിലോട്ട് കാലം കിട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ടില്ല. നമ്മൾ തന്നെ റെഡിയാവും. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ ജീവിതത്തിലാണ് അപ്പോൾ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താവും. അടുത്ത തലമുറ റെഡിയാവും. അൽഹംദുലില്ലാഹ് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താണ്. കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം വരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വേണം, നല്ല ശബ്ദത്തിൽ. ഇതാ അമ്മനിൽ ഇമാമു ഫഖൂലു ആമീൻ. ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ പിന്നെ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു. വജബത്തു ലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ ഇത് ഇവിടെ എവിടെ മുതലാണ്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്നത് മുതൽക്കാണ് ദുആ. അത് പറയാനാണ് ഞാൻ അവിടെ മുതലാ ദുആ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്അത്താണ് 5 വഖത്ത് നമസ്കാരം. സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ളുഹർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്അത്താണ്. 17 വട്ടം ചോദിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി? ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്ക്. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാർ നിസ്സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാനീ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല. ഹിദായത്ത് സ്വീകരിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത്, ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. അതിനായത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, لا إيمان لمن لا أمانة له ولا دين لمن لا عهد له
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ് ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. ഹക്കടപാടുകൾ സൂക്ഷിക്കാതെ പോകുന്നവരെ, നിലനിർത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ, ഈമാനില്ലാത്ത വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ്. അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകൽ നിങ്ങളുടെ അമാനത്താണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ ലാ ഈമാന, ഈമാനില്ലാത്തവനാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രായാധിക്യം ചെന്നതാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ അശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ, അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ, അവരെ ശകാരിക്കുന്നവരില്ലയോ, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കുന്നതാകുന്ന മക്കളില്ലയോ, ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് തട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ മക്കളില്ലയോ. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഈമാനില്ലാത്ത വിഭാഗമാണ് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളെ, ഈ ഈമാനില്ലാത്തവളാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിലേക്കുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇമാമിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണേ. തെറസുള്ളതാകുന്ന രംഗമാണ് എങ്കിൽ ആ മുദരിസിന്റെ കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളുണ്ടോ, പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുവുണ്ടോ, വെളിച്ചമുണ്ടോ, അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ, പെയിന്റിന് എന്തെങ്കിലും ശമനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, ഇല്ലെങ്കിൽ അത് പിരിക്കാൻ നീ മുന്നിട്ടിറങ്ങണേ. കിട്ടുന്ന പൈസ എണ്ണിവെക്കൽ മാത്രമല്ല നിന്റെ ഉത്തരവാദിത്വം, നീ അള്ളാന്റെ ദീനിനു വേണ്ടി ഇറങ്ങണേ. അള്ളാന്റെ റസൂൽ പറയുകയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ ലാ ഈമാൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വലാ ദീന ലിമൻ ലാ അഹദ ലാ. കരാറ് ചെയ്യുന്നവരെ വാളിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ 6666 പള്ളിക്ക് വേണ്ടി കൊടുക്കാം, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, ഇന്നടത്ത് ഷീറ്റിടുന്നതിന് കൊടുക്കാം, ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം, പള്ളിയുടെ മിനാര പണിയുന്നതിന് വേണ്ടി കൊടുക്കാം, മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം, ടൈല് മാറുന്നതിന് വേണ്ടി കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ വലാദീന ലിമൻ ലാ അഹദ ലാ. കരാറ് പൂർത്തീകരിക്കാത്തവന് ദീനില്ല, ദീനിൽപ്പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6666 എന്റെ പേര് ഇന്നത് കേട്ട ഹാജിയാർ ദുആ എല്ലാം ചെയ്ത് ഹാജിയാരെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു. ഹാജിയാർ വാദം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ചെല്ലാണ് ഹാജിയാർ. ഇന്നലത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അടുത്ത ആഴ്ച വലാ ദീന ലിമൻ ലാ അഹദ ലാ. അവൻ ദീനില്ലാത്തവനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഗൗരവത്തിൽ മനസ്സിലാക്കണ്ടേ. കൊടുക്ക, അവൻ നാളെ മുതൽ കൈവക്കണ്ട, റാഹത്തായി. അത് വേറെ ശിക്ഷയാണ്. അതിനടുത്ത ഹദീസ് കൈവെക്കുന്നോണ്ടല്ലേ കട്ടിക്കടിച്ച് അനങ്ങാതിരുന്നാ പോരെ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതാണ്. കുറച്ചൊക്കെ ആയത്തോതിയപ്പോ കൈവക്കി പോയതാണ്. അപ്പൊ അത് വലിയ വിഷയമെങ്കിൽ നാളെ മുതൽ കൈവെക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാ പിന്നെ ഇടങ്ങേറുണ്ട്.
വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, ഞാൻ നിനക്കത് ചെയ്തു തരാം, ഞാൻ നിനക്കൊരു 10,000 തരാം, ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം, നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു 10 പവൻ നിനക്ക് നൽകാം, നിനക്കൊരു 5 സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഹനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. കരാറ് പൂർത്തീകരിക്കാത്തവൻ ദീനിൽപ്പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭയങ്കര ഗൗരവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലോകാവസാന അടയാളാണ്. നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ദീനുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം നാളെ പടച്ചറപ്പിന്റെ ഹിസാബ് പറയേണ്ട വിഷയമാണ്. അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഖാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഫിത്നായി പോയി എന്ത് കാര്യത്തിൽ ദീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബൈനമാ അന്നബിയു യുഹദ്ദിസു അസ്ഹാബഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഫജാഅ അറാബിയുൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ലോകാവസാനം എപ്പോഴാണ് റസൂലേ, എപ്പോഴാണ് ലോകാവസാനം റസൂലേ? അല്ലാഹുവിന്റെ റസൂല് ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ആ സഹാബത്തിനോട് വീണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടിട്ടില്ല എന്നവരെ ഒരു വേള സഹാബത്ത് പറയുകയാണ്. ഫഖാലു, സഹാബത്ത് പറയുകയാണ്, അന്നഹു സമിഅ വകരിഹ മാ ഖാല. ഈ സഹാബി വര്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചത്, ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടുണ്ട്, പക്ഷേ നബിക്കത് വെറുപ്പായി പോയി. ഒരു കൂട്ടം സഹാബത്ത് പറയുകയാണ്, ബല്ലം യസ്മഅ, നബി തങ്ങളത് കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ അതിന് മറുപടി നൽകിയേനെ. അങ്ങനെ ഇരിക്കുമ്പോ ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കുള്ള ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന സായിലൂ, എവിടെ എന്നോട് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ്? ഉറാഹു അസ്സായിലു, ആ ചോദ്യകർത്താവ് എവിടെയാണ്? ഉടനെ ആ സഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാനിതാ ഇവിടെ തന്നെയുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ്, ഇദാ വയ്യാതിൽ അമാനതു ഫൻതദിരിസ് സആ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ, പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഹക്കടപാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഹക്കടപാടില്ല, കൂട്ടുകുടുംബാദികളോടുള്ള ഹക്കടപാടില്ല, മാതാപിതാക്കളോടുള്ള ഹക്കടപാടില്ല. ഈ നിലയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മുഴുവനും മോശമായ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ആ സഹാബി ചോദിക്കുകയാണ്, കൈഫ യദഅതുഹാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എങ്ങനെയാണ് ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോകുക? ഹക്കടപാടുകൾ എങ്ങനെയാണ് പാഴായി പോകുക? അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ഇദാ മുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ,
നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ. നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മിറ്റിയാകട്ടെ ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ, ദീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ. അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നും അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ നിയമനം നൽകുക, എങ്കിലും ശരിയാകും. പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക. എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻവാതിലൂടെ നിയമം നടപ്പിലാക്കാതിരിക്കുക. നിയമ നടപടികൾ കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കുക. അതെല്ലാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം. ഹദീസ്, ഖുർആൻ ലോകത്തെല്ലാവർക്കും ബാധകമാണ്. എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഖാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഹദീസ് അത്രയും സമയമില്ല, ഓതി തീരുന്നു. ഇഷ്ടം പോലെ ഹദീസ് ഈ വിഷയത്തിൽ. പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, പള്ളി കമ്മിറ്റി മാത്രമല്ല, പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാകും, നാട്ടിലല്ല ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും, മറ്റേതുണ്ടാവും, മറിച്ച് ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകളുണ്ടാവും. അതിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നതാകുന്ന സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പഠിച്ചു വച്ചോ, മദ്രസ കമ്മിറ്റി ആകട്ടെ, പള്ളി കമ്മിറ്റി ആകട്ടെ, ദറസിന്റെ കമ്മിറ്റി ആകട്ടെ, ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ, ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും പൊതുപ്രവർത്തനങ്ങൾ കിടന്ന രാഷ്ട്രീയക്കാരായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ പറയാ, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻ വാലി യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഖാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സഹാബ കേൾക്കണേ, പഠിക്കണേ സഹാബ. മാ മിൻ വാലി യലി റഅയതൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് മേഖലകൾ, പൊതുമേഖലകളിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരാ മേഖലകൾ നിലകൊണ്ടുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ, ചെയർമാൻ ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, സമ്പത്തെല്ലാം റോള് ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചു വെക്കണേ. ആ പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടതാകുന്ന അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ നടത്തുന്നതാകുന്ന ഈ നിയമനങ്ങളുണ്ടല്ലോ, അത് വഞ്ചനയാണ്. നിങ്ങൾ തീർച്ചയായും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. കാരണം പാവപ്പെട്ടവരുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി നീ സംവിധാനിച്ചത്, നിന്റെ കുടുംബങ്ങളെ റാഹത്തായി നിലയിൽ ഊട്ടിയത്, വളർത്തിയത്, നീ നല്ല കാറെടുത്തത്, നീ മനോഹരമായ വീട് സൗധങ്ങൾ പണിതത്, എല്ലാം അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ യജമാനന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് വീർപ്പിച്ച കീശയാണോ? തൊഴിലാളികളെ പഠിച്ചു വെക്കണേ, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ട് കിട്ടിയ സമ്പത്താണോ? അറബിയത്തി ഖാനയിലാക്കിയിട്ട് ആ പൈസ കൊണ്ട് കിട്ടിയ ധനമാണോ? നീ പഠിക്കേണ്ട പാഠമാണ്. ഒരു പൈസ പോലും ഹറാമായിട്ടാണ് നീ സമ്പാദിച്ചത് എങ്കിൽ തീർച്ചയായും റസൂൽ എന്ന് പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം കിട്ടൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് നീ പള്ളി കമ്മിറ്റിയെ സഹായിച്ചു, ഇല്ലെങ്കിൽ ഹറാമായ പൈസ കൊണ്ട് നീ മദ്രസയെ സഹായിച്ചു, കുറച്ച് പൈസ എടുത്തോ, അവിടെ അത് പരിപാടി നടത്തിക്കോ, നീ കുറച്ച് പൈസ എടുത്തിട്ട് നീ ഹറാമായ പൈസ, കുറച്ച് പലിശ പൈസ ഇരുന്നു
ഇല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചു മാറ്റിയ പൈസ സൂക്ഷിച്ചോ. വഹുവ ഗാശുൻ ലഹും, വഞ്ചിച്ചതാണ് എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമൊന്നുമല്ല, സ്വർഗ്ഗം കിട്ടിയില്ലേ പോയില്ലേ. അതിനുവേണ്ടിയല്ലേ ഈ പരിശ്രമിക്കുന്നത്, ഈ കഷ്ടപ്പെടുന്നതും, ഈ പാതിരാത്രി വാഴുന്നതും, ഈ നമസ്കാരങ്ങളും, ഈ നോമ്പും, ഈ സക്കാത്തും, ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പനും നിരാലംബർക്ക് അവലംബമാകലും ഒക്കെ എന്തിനാണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ആ പരിശ്രമം ഇല്ലാതാവും. ഒരു പൈസ നീ അങ്ങനെ കട്ടെടുത്ത മുതലാളിയെങ്കിൽ എല്ലാം പോകും. ഒക്കെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളുണ്ടെങ്കിൽ, നാട്ടിൽ വന്ന് ജോലിയൊന്നുമില്ല, ഇവിടെ ഏതെങ്കിലും മുതലാളിയുടെ കടയിൽ കയറി നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവനെ പെട്ടിക്കകത്തുനിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ പോക്കെങ്കിൽ വളരെ ഗൗരവത്തിൽ പഠിച്ചു വെച്ചോ. ഒരു പൈസ മതി, ഒരു പൈസ മതി, എല്ലാം പോകും. നല്ല ഒരു ചെമ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊരു തുള്ളി മൂത്രം ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിച്ചു കളയാനാ വിശുദ്ധ ഇസ്ലാം പഠിച്ചു. പായസം ഒരു ചെമ്പുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിരുന്ന ഒരു കൊച്ചു മൂത്രം വന്ന് റാഹത്തായിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചു. എന്താ കുഴപ്പമില്ല, അത് മാത്രമേ പറ്റുമോ? മൊത്തം ഒഴിച്ചു കളയേണ്ടി വരും. എന്നതുപോലെ നിന്റെ സമ്പത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന നിന്റെ സമ്പത്തിലേക്ക് രൂപയുള്ളൂ വന്നിട്ടുള്ളത്. എല്ലാം മറ്റൊരു തന്റെ ആക്രമിച്ചിട്ടാ കിട്ടിയതെങ്കിൽ, ഇല്ലെങ്കിൽ റോൾ ചെയ്തതാ, കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇഷ്ടം പോലെ ഇവിടെ കാശുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് പിന്നെ വെക്കാതെ കമ്മിറ്റി പറയാൻ നേരത്തെ നമുക്ക് വെച്ചാൽ പോരെ. ഒരു 10 ലക്ഷം രൂപ ആവശ്യം വന്നു, ബിസിനസിന് ആവശ്യം വന്നു, ഒരു ടൈറ്റ് വന്നപ്പോ അതിന് കൂടെ മറിച്ച് മുസ്ലിയാരെ. കാരണം ഇതൊക്കെ ഞാനാ ട്രഷറർ, എല്ലാം എന്റെ കൈ കൂടെ ഓടുന്നത്. അതുകൊണ്ട് കുറച്ചാൾ വന്നപ്പോ ഞങ്ങോട്ട് മറിച്ചു, ആരും അറിയുന്നില്ല, അല്ലാഹു അറിയുന്നുണ്ട്, അടച്ചറപ്പ് നോക്കുന്നുണ്ട്. ആ ഒരു ബോധം നിന്റെ മനസ്സിലുണ്ടാവണം. വഞ്ചനയാണ് നീ കാണിക്കുന്നത്. ഇല്ല ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കും. ചെറിയ വിഷയമല്ല, ഭയങ്കര ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. എത്ര ദിവസം പറഞ്ഞാലും തീരുവല്ലേ ഇത്. കടമകൾ, നമ്മുടെ കടപ്പാടുകളും ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. ഹക്കടപാട് ശ്രദ്ധിക്കണം. എല്ലാവരോടും ഉണ്ട്, അയൽവാസികളോടുണ്ട്, കച്ചവടത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീ ലാ യഅമനു ജാറുഹു ബവാഇഖഹു. സ്വന്തം അയൽവാസിക്ക് നിർഭയത്വം കൊടുക്കാതെ, സ്വന്തം അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കാതെ, അവരെ ഇരുട്ടിൽ തളച്ചിടുന്നവരെ, അവർക്കുള്ളതാകുന്ന ആഹാരപാനീയങ്ങൾ എത്തിക്കാതെ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരെ, അവരെ പ്രയാസപ്പെടുത്തുന്നവരെ നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിന്റെ യഥാർത്ഥ ഈമാൻ പുൽകുന്നവനായി കാണുന്നില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്നെ മൂമിനായിട്ട് കണക്കാക്കുന്നില്ല. ആര്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികൾക്ക് വേണ്ട വെള്ളവും വെളിച്ചവും തടയുന്നവനാണോ നിങ്ങൾ? അവന്റെ വഴി അവന് നൽകാതെ പിടിച്ചു വെക്കുന്നവനാണോ? ഒരടി പോലും വിട്ടുകൊടുക്കൂല. ഒരു സ്വല്പം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കാറ് കയറി റാഹത്തായിട്ട് അങ്ങോട്ട് പോയാൽ അല്ലാഹത്തെ മതിലിങ്ങനെ കൊണ്ടിങ്ങനെ ചെരിച്ച് വിറ്റ് ചെയ്ത് വെച്ചിരിക്കും. എത്ര ആളുകളുണ്ടാകാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഫനായിക്കും ബസാദിനെ നിൽക്കുകയാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഏക്കർ കണക്കിന് സ്ഥലമില്ലാത്തതാണ് കുഴപ്പമില്ല, ഏക്കർ കണക്കിന് ആചാര്യർക്ക് സ്ഥലം ഇഷ്ടം പോലെ കിടക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകില്ല. എന്നാലും ഈ സ്ഥലം ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കും. അവിടെ ആ മൂല അതൊരു സ്വല്പം ഒന്ന് വളച്ചൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവം പിടിച്ചവൻ അവന്റെ ആൾക്കോ 800 ഒന്ന് വളച്ചോണ്ട് പോകാൻ പറ്റും. മാരുതി 800 പാവം പിടിച്ചോണ്ടുള്ളത് അത് വളയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ അപ്പുറത്തെ വീട്ടിലെ പള്ളിയിൽ അവിടെ കൊണ്ടിട്ടിട്ട് കാക്കയൊക്കെ അതുമേൽ പെടുത്ത് റാഹത്തായിട്ട് വെച്ചിരിക്കുക. കാഷ്ടിച്ച് അത് ഹറാബാക്കി ഇവന് ഇടങ്ങേറായി. അതിന്റെ പെയിലടിക്കാൻ തന്നെ പിന്നെ ഇവരെ കാശില്ല. പാവം പിടിച്ച ഒരു വ്യക്തി വാങ്ങിച്ച് അവർക്ക് വലിയ ആഗ്രഹങ്ങളും. ഈ വഴിയൊന്ന് കുറച്ചൊന്ന് കൊടുത്തൂടെ? ഇതൊക്കെ എവിടെ കൊണ്ടുപോകും? അവന്റെ വഴി സഞ്ചാര യോഗ്യമാകുന്ന വഴി തടസ്സം ചെയ്യുന്നവൻ. അവൻ പൈസ പറയുന്നുണ്ട്, ഇത്ര രൂപ തരാം,
പറ്റൂല, പൊന്നുകെട്ട കിട്ടണം, എന്നാലേ ലോകത്തില്ലാത്ത ഏറ്റവും വലിയ വില പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. എല്ലാം പറഞ്ഞ് നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഒരു കോമ നിൽക്കുമ്പോൾ ഇവരിപ്പോഴും മസിൽ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. മനുഷ്യൻ ഇപ്പോഴും അവൻ അഹങ്കാരിയാണ്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവൻ മനുഷ്യനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇപ്പോഴും ഈ മഹാമാരി പടർന്ന് പന്തരിച്ച് നിലകൊള്ളുമ്പോഴും അങ്ങേയറ്റം നിലകൊള്ള അഹങ്കാരത്തിന്റെ അങ്ങേയത്തലത്തിലാണ്. ഞാൻ എന്നുള്ള ഭാവമാണ് ഇപ്പോഴും വലിയ ആളാണ്. വല്ല ഉണ്ടോ എന്നാലും ഒന്നുമില്ല. ഒരു ചെറിയ പനി വന്നപ്പോ പേടിച്ച് വീട്ടിൽ കയറി ഇരിക്കുന്നവനെ മാസ്കും വെച്ച് റായത്തായിട്ട് അവിടെ ഇരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴേ ഇറങ്ങി വരുന്നത്. ചെറിയൊരു പനി, നിസ്സാരമായ പനി. ചിന്തിച്ചോ, ആ പനിയിലൂടെ അല്ലാഹു പലരെയും മരിപ്പിക്കുന്നു. നല്ല ആരോഗ്യമുള്ളവരെ തന്നെ, അല്ലാതെ പ്രായം ചെന്നവരെ മാത്രമല്ല. ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നുണ്ട്. നിങ്ങൾ എണ്ണം എടുത്തു നോക്ക്, പരിശോധിച്ചു നോക്കി. കൊച്ചു കുട്ടികൾ മരിച്ചു വീഴുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് തരട്ടെ. മഹാമാരിയെ തൊട്ട് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് വെട്ടിപ്പിടിച്ചും കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചൊന്നും ജീവിക്കണ്ട. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിസുബ്റത്തിൻ മിൻ തുആം, ഈന്തപ്പനം കാരയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നതാകുന്ന ഒരു സ്ഥലത്തിലൂടെ കമ്പോളത്തിലൂടെ റസൂലുള്ളാഹി നടന്നു പോകവേ ഫദഖല അസാബിഅഹു ഫിഹാ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ തൃക്കരം അതിനിടയിലേക്കൊന്ന് പ്രവേശിപ്പിക്കുകയാണ്. കാരയ്ക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? അതിനിടയിലോട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരികെ അകത്തോട്ട് അടിയിലോട്ടൊന്ന് കൈയിട്ടു. ഫൈദാ ഫീഹി ബലലുൻ, നബിയുടെ കയ്യിൽ നനവ്. വിധങ്ങളെ ചോദിച്ചു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസാബത്തുഹു മത്തറുൻ യാ റസൂലല്ലാഹ്, മഴ പെയ്തതാണ് ഇന്നലെ. മഴ പെയ്തപ്പോ എന്ത് ചെയ്തു? ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നനവ് അങ്ങനെ എത്തിയത്. ശരിയാണല്ലോ. പകല് വെയിൽ വരുമ്പോഴത്തേക്ക് ചെറിയൊരു വെയിൽ വരുമ്പോ ആ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്ന് ഇങ്ങനെ അടിയിൽ വരും. നബി ഇങ്ങനെ അടിയിലോട്ട് കൈയിട്ടിട്ടാ തിരികെ നോക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ നനഞ്ഞിരിക്കുക. അപ്പൊ നബി തങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞു, ഫഹല്ല ജഅൽതുഹു ഫൗക, ജനങ്ങളെ കാണിക്കത്തക്ക നിലയ്ക്ക് ഈ താഴെ നനവുള്ള സാധനം നീ മോളി വെക്കണ്ടേ? കാരണം ഈ നനവുള്ള സാധനം എടുത്ത് ത്രാസി വെച്ച് തൂക്കുമ്പോ റാഹത്തായിട്ട് കിലോമീറ്റർ കൂടും. ഇറച്ചി കച്ചവടക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആടിനെ ഇറക്കുന്നവരെന്ത് ചെയ്യും? അതിനെ തൊലിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ആ തോലിങ്ങോട്ട് തൊലിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അണ്ട് പിടുത്ത ചവിട്ടിങ്ങോട്ട് വെള്ളം എന്തിനാ പിടിക്കുന്നതെന്നറിയാം. എന്താ കാര്യം? തൂക്കുന്ന സമയത്ത് 200 ഗ്രാം യാല്ലാഹ് ബിസ്മില്ലാ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വരാനില്ല. ഞാൻ പഠിച്ചു വെച്ചു, നാളെ മുതൽ ഈ പരിപാടിക്ക് ഇറങ്ങി. നമ്മളിതെല്ലാം പഠിച്ചു വെച്ചു. ഈ ഉടായ്പൊക്കെ അറിയാം. ഇറച്ചി കച്ചവടക്കാരികൾ കണ്ടിട്ടില്ലേ? ആടിനെ കറക്കുന്ന സമയത്ത് ഇവര് തോലും കൊണ്ട് പറിക്കാൻ പ്രയാസമാണ്. എന്താ പറയാ, തോലില്ലാതെ പറിക്കാൻ കോട്ടയത്തോട്ട് നമ്മുടെ പിള്ളേർ പറിച്ച് എന്ത് ചെയ്യും? ഇത് വെള്ളം കയറ്റിയിട്ട് കൊണ്ട് വെച്ചിട്ട് 5 ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ടാ. എന്നിട്ട് പിന്നെ ഇതിനടുത്ത് ത്രാസിലോട്ട് വെക്കുമ്പോ 100 ഗ്രാം ഏറ്റവും കുറഞ്ഞത് കയറിയിട്ടുണ്ട്. തൂക്കത്തിൽ കയറി പഞ്ചരയിലെ കാണിക്കുന്നത് കൃത്രിമത്വമല്ലേ? ഇതിനകത്ത് ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, ഒരു 150 ഗ്രാം കുറഞ്ഞ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ തരൂ ഉള്ള ചവൂതലാണ് വെട്ടിക്കണ്ടിച്ച് അതിനകത്ത് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയും. ഇറച്ചി കച്ചവടത്തിന്റെ ഒക്കെ പറയാനാണ് ഒരുപാട്. ഇപ്പൊ ഹലാല് ലോ ഹലാല് ബോധം വെച്ചിട്ട് നിൽക്കുന്ന കൗമൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് വിഷയങ്ങൾ അതുമായി പറയാൻ. നമ്മുടെ കൗമാരെ ശ്രദ്ധിക്കാത്ത ഒരുപാട് അറിവിന്റെ കുറെ മസലകൾ പറയാൻ. കോഴി ഇറക്കുന്ന സമയത്ത് ഈ ചോപ്ര പോലെ ഒരു ഐറ്റം, ചോപ്ര എന്ന് പറയുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണ പാത്രത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കവറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി ഒരു സാധനം ഉപയോഗിക്കും. ചോപ്ര അതിനിടയിൽ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കില്ലേ, വെള്ളം ഒഴിക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കും. മാളയാ എന്ത് നാളെ ആ നാളെ പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ കോഴിക്കടയിൽ വരുന്നത്. ഇവിടെ ഇപ്പൊ എങ്ങനെയാ കോഴി ഇറത്തിട്ട് വീപ്പക്കുറ്റിയാണ് എന്താ ഉള്ളത് അല്ലേ? വീപ്പ ഡ്രമ്മിലിടാണ്. പറഞ്ഞുതരാം, ഡ്രമ്മിലൊക്കെ ഇടുന്നതിന്റെ പരിപാടി പറഞ്ഞുതരാം. ഡ്രമ്മിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു. കല്യാണത്തിനൊക്കെ എത്ര എണ്ണം ഇറക്കും? 3 എണ്ണം ഇറക്കും. എത്ര എണ്ണം ഇറക്കും?
300 ഇറക്കും അല്ലേ? ചുരുങ്ങിയ 100 ഉണ്ടാവൂലേ? ഈ ഡ്രമ്മിലോട്ട് തന്നെയാണ് ഇറക്കിടുന്നത്. അറുത്തിട്ടുണ്ടാകും, അങ്ങോട്ട് ഇടും. ഒരു 5 ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം അറുത്തവൻ ശ്വാസം വിടാൻ അങ്ങോട്ട് ബോധമുള്ളൂ. അതിനു മുമ്പ് മോളി വീണവന്റെ ഇത് കാരണം ശ്വാസം മുട്ടിച്ചാകുക. അറിവ് നടന്നിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് അങ്ങോട്ട് വീണ രക്തം നമ്മൾ നിൽക്കുമ്പോൾ അതിന് മുകളിലോട്ട് ഒരു 50 പേരെ കൊണ്ട് നമ്മുടെ മുകളിലോട്ട് അങ്ങ് ഇടുകയാണ്. അപ്പൊ ശ്വാസം മുട്ടി ഒരു ചാകൽ അവിടെ ഉണ്ടാകുകയാണ്. ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും, കാണിച്ചു കൊടുക്കണേ. ഇവരെ തന്നെ സമ്മതിക്കുന്നുണ്ട് ക്യാമറയ്ക്കകത്ത്. ഇല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയത് ശരിയല്ലേ? അപ്പൊ വീപ്പ നിറച്ചിട്ട് ഒരു 10-15 അടുപ്പിച്ചങ്ങോട്ട് ഇടുമ്പോ എന്താ ഉണ്ടാകുക? ഏറ്റവും അടിയിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ അറബിന്റെ കൊണ്ട് മാത്രമാണോ? അല്ല, എന്തുകൂടി ഉണ്ട്? മുകളിൽ വന്നിങ്ങനെ അടിഞ്ഞിട്ട് പ്രസ്സായിട്ട് അമർന്നിട്ട് ശ്വാസം മുട്ടിച്ചാകൽ കൂടി ഉണ്ട്. ഖുർആൻ പറഞ്ഞു, ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖതു. ശ്വാസം മുട്ടിച്ചത്തതും നിങ്ങൾക്ക് ഹറാമാണ്. അതല്ലേ ചില ഉസ്താദുമാര് വലിയ വലിയ ആലിമീകൾ സൂഫിയാക്കൾ അവര് കോഴി കഴിക്കൂല. പറയണം പ്രത്യേകം, ഇന്ന ആൾ അറുത്തതാണ്, സുമിലി അറുത്തതാണ്, ഇന്ന രീതിയിൽ അറുത്താന്നൊക്കെ പറയും. നമ്മളെ ലോകം പറയും നമ്മൾ അറുത്താന്നൊക്കെ പറയാം. ഈ രീതിയിലാണെന്നല്ലേ വീപ്പൊക്കെ ഷർ. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ ഇങ്ങനെ അറുത്തിട്ട് പറമ്പിലോട്ട് തൊടിയിലോട്ടൊക്കെ കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ ചാടി 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 അപ്പുറത്തെ പള്ളിയുടെ പുറകോടി ഒറ്റ പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ പോയ കോഴികളുണ്ട്. എന്നാലും ചിലപ്പോൾ അതിനെ പിടിക്കും അല്ലേ? അപ്പൊ റാഹത്തായിട്ടുള്ള മരണമാണ് അതിന് കിട്ടുന്നത്. ഈ വീപ്പ സമ്പ്രദായ രക്തം കൊണ്ട് വീഴാതിരിക്കാനുള്ളതാണ് പരിപാടി. അപ്പൊ നിങ്ങൾ കൂടുതൽ അറക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് അറുത്തോളൂ. അതേ വലിയ വിഷയമാണ്. കാരണം നമുക്ക് അറവ് ഇസ്ലാമികമായ രീതിയിലാകണ്ടേ? ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് സൂക്ഷ്മതയുള്ള ഭാഗമായി പറയും. ചിന്തിക്കാനാണ് ഒരുപാട് ഭാഗമുണ്ട്. ആ അറക്കുന്നതിന്റെ കൂട്ടത്തിന്റെ രക്തം പാർന്നിട്ടാ മരിച്ചത്, ഞങ്ങൾക്ക് അങ്ങനെ മസല പറയാം എന്ന് പറഞ്ഞ് നിങ്ങൾ പിടിച്ചോ. സൂക്ഷ്മതയുടെ ഭാഗമാണ് ഈ പറയുന്നത്. ഈ സൂക്ഷ്മതയുടെ ഭാഗം നോക്കും മഹത്തുക്കളാകുന്ന ആളുകൾ. അത് പറയാൻ ഒരുപാടുണ്ട്. അദ്ദേഹം പറഞ്ഞു അറവിന്റെ വിഷയം പറയാൻ ഒരു ദിവസം പിന്നീട് വെക്കും. അറവെന്നൊരു വിഷയം വെച്ചു. അപ്പൊ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഈ ഹലാലിന് ഭാഗം വന്നതാണെങ്കിൽ കുറെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കഷ്ടതും മോഷ്ടിച്ചതും ഒന്നും അല്ല ഇവിടെ നൽകുന്നത്. ഇസ്ലാമികപരമായിട്ടുള്ള രീതിയാൽ ജനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതല്ല, പരിപൂർണമായ നല്ല സാധനമാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാതെ ചില ആളുകൾ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കാണ്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അവരിലേക്ക് ആരെങ്കിലും പോകുമോ? ഒരിക്കലും പോകില്ല. എല്ലാവർക്കും അറിയാം വിഷയം എന്താണെന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളെക്കാൾ നല്ലതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആ വിഷയം നല്ലതുപോലെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് നമ്മുടെ കുറെ സൂക്ഷ്മതയെ കുറിച്ച് ഭാഗങ്ങൾ പറഞ്ഞതാണ്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് ഭുജിക്കെങ്കിലേ ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂ. നല്ലത് കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല നമസ്കാരം ചുറ്റുവെക്കുക. അമാനത്ത് ഈ നിർവഹണം പരിപൂർണമായി ശ്രദ്ധിക്കുക. ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട ജോലി ദൗത്യം അത് പരിപൂർണമായി നിർവഹിക്കുക. പറയാനാണ് ഹദീസ് ഒരുപാട്, ഞാൻ ചുരുക്കാണ്. അപ്പൊ ഈ അമാനത്തുകൾ പരിപൂർണമായി ശ്രദ്ധിച്ച് മുന്നേറണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഹദിൻ മിൻ അർളിഹി ഔ ശൈഇൻ മിൻഹു ഫല്ലതഹല്ലൽ മിൻഹു. ആരോടെങ്കിലും ഏതെങ്കിലും വിധേന അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഹക്കടപാടുകൾ നീ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണേ. എന്തെങ്കിലും ഹക്കടപാട് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഒരു പള്ളിയിലെ ഇമാം, ഞാനൊരു മഹല്ലിലെ ഇമാമാണ്. അപ്പൊ ആ ഇമാമത്തിൽ എന്റെ മഹല്ലിനോട് ഞാൻ ഇമാമത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവനാണോ? ഞാൻ ചിന്തിക്കണം. മഹല്ലിലെ ഇമാം ആ രീതിയിൽ ചിന്തിക്കണം. ഇമാമത്തിന്റെ വിഷയത്തിൽ ഞാൻ ക്രമക്കേട് വരുത്തിയവനാണോ? മുദരിസ് ദർസ് നടത്തുന്ന വിഷയത്തിൽ ഞാൻ ക്രമക്കേട് കാണിച്ചവനാണോ? ദർസ് നടത്താതെ ഇങ്ങനെ ഓടി നടന്നിട്ട് അവിടെ ഇവിടെ നടക്കുക, പിരിവുകായിട്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ നടന്നവനാണോ? മദ്രസയിലെ മുഅല്ലിമാണ്, കൃത്യമായിട്ട് കുട്ടികൾക്ക് ദർസ് പഠിപ്പിച്ചു കൊടുക്കാതെ ഞാൻ, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം തുകരാതെ നിലകൊള്ളുന്ന മുഅല്ലിമാണോ? കൃത്യത്തിൽ നിർവഹണത്തിൽ പ്രശ്നം വരുത്തിയതാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഈമാനൊന്നും പുറത്തു പോകും, പരിപൂർണ്ണ ഈമാൻ ഉണ്ടാവൂല. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാതെ പള്ളിയുടെ പരിപാലനം മാത്രമല്ല, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലുണ്ട്. ആണ് ഈ പറഞ്ഞത്. എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിക്കണം. പള്ളിയുടെ പരിപാലനം ഞാൻ നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മൾ
പള്ളിയോടും ബന്ധപ്പെടണം മഹല്ല് കമ്മിറ്റി. ഒരാളെ ചുമതലപ്പെടുത്തണം. പോയി നോക്കണം, പൈപ്പിന്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ബക്കറ്റ് പിരിവ് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പിരിവ് കുറ്റിപ്പിരിവുകളുണ്ട്, ഇന്ന സ്ഥലത്ത് കുറ്റി വെച്ചിട്ടുണ്ട്, അത് പോയി കറക്റ്റ് ആയിട്ട് പോയി എടുക്കണം. അതൊക്കെ കറക്റ്റ് നോക്കണം. മാസവരി കൃത്യമായി പിരിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കണം. പള്ളിയുടെ മാസവരി കാര്യങ്ങൾ അത് കൃത്യമായി നോക്കണം. നമുക്ക് മനോഹരമായ ഒരു പള്ളി കിട്ടി, 50,000 രൂപയോളം നമുക്ക് ചെലവ് ഒരു മാസത്തിൽ കൃത്യമായി നടന്നു പോകാൻ. അതിന് ആളുകൾ പോയി തേടി പിടിച്ച് കണ്ടെത്തണം. ജനങ്ങൾ അതിനോട് പരിപൂർണമായി താല്പര്യം കാണിക്കണം. ഒരിക്കലും പുറത്തിരിക്കാൻ പാടില്ല. പള്ളിയുടെ പരിപാലനത്തിന് ബക്കറ്റ് വരി പോകുന്നു. മാഷാ അല്ലാഹ്. സ്ത്രീകൾ നല്ലതുപോലെ സഹകരിക്കണം, പുരുഷന്മാര് സഹകരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി വരെ തരും, റെഡിയാണ്. കൈവക്കൂലെന്നോളൂ, അല്ലാതെ ബക്കറ്റിലിടും. കൈവക്ക ഒരു പേടിയുണ്ടോ? അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. 50,000 രൂപ എന്ന് പറയുന്ന വലിയ സംഭവമില്ലല്ലോ. 50 പേര് 500 രൂപ വെച്ച് കൂടിയാൽ തന്നെ 25,000 രൂപ വേണം അല്ലെ? എത്ര 100 പേര് 500 രൂപ വെച്ച് മാസവരി കൊടുക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ, നമ്മളിപ്പോ ഉദ്ഘാടിച്ച വൈക്ക പള്ളിയുടെ കാര്യങ്ങൾ റാഹത്തായിട്ട് നടക്കും. അതിലിപ്പോ ഏകദേശം 25,000 രൂപയോളം ഏറ്റവരുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി 25,000 വെച്ച് മാസത്തിലേക്കാം. വളരെ കുറച്ച് ആളുകൾ മതി. ഇനി നമുക്ക് സുഖമായിട്ട് ഇപ്പൊ 50 പേരെന്നുള്ള 500 രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്ത ചില ആളുകൾ കൂടുതൽ കൊടുക്കാം. മാസത്തിൽ 1000 പേര് ഒരു വീട്ടിൽ തന്നെ 2, 3, 5 ആളുകൾ വരെ നല്ല സമ്പത്ത് ശേഷിയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്, ഗൾഫിൽ തന്നെ നല്ല നിലയിലുള്ള ആളുകളുണ്ട്. അവർക്ക് തന്നെ 1,000 രൂപ പ്രശ്നമില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാസത്തിൽ നമ്മൾ 10,000, 20,000 ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ വീടിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരില്ലേ നമുക്കിടയിൽ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ 1,000 രൂപ അല്ലെങ്കിൽ 500 രൂപ മാസം ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ കുറവ് എത്രത്തോളമാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാസം നെറ്റിന്റെ കണക്ഷൻ എടുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിന്റെ കണക്ഷൻ, നെറ്റിന്റെ കണക്ഷൻ 499 രൂപ, 599 രൂപ. 50 Mbps സ്പീഡിൽ വെച്ചിട്ടുണ്ടാവും വാങ്ങുന്നുണ്ട്. നെറ്റിന്റെ സ്പീഡിൽ റാഹത്തായിട്ട് വെക്കുന്നുണ്ട്. അതിന് അല്ലേ? ഡിഷ് ടി വി വെച്ചിട്ടുണ്ട്. വർഷത്തിൽ അതിനുവേണ്ടി ആയിരക്കണക്കിന് രൂപ മുടക്കാൻ അവൻ തയ്യാറാണ്. കേബിൾ ടി വി ചാനൽ വലിച്ചിട്ടുണ്ട്. മാസത്തിൽ അതിന് മുടക്കാൻ അവൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വരുന്ന മാസവരി വരുമ്പോഴത്തേക്ക് മുഖം ചുളിക്കുന്നവൻ, അങ്ങനെ നിങ്ങളുടെ മുഖം ചുളിക്കാറുണ്ടോ എങ്കിൽ അത് ഈമാനിന്റെ കുറവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര വിഷയം, ഗൗരവത്തിൽ നമ്മൾ അതായത് നമ്മുടെ ഈമാൻ നല്ലതുപോലെ കുറയുന്നു എന്നുള്ളതിന് തെളിവാണ്. അവിടെ നമുക്ക് സന്തോഷം വരണം. നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള മാസവരി ഒറ്റയടിക്കാൻ കൊടുത്തേക്കും. അൽഹംദുലില്ലാഹ്, എനിക്ക് അള്ളാഹു തൗഫീഖ് തന്നതുകൊണ്ട് ഞാൻ ആ രീതിക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ മഹല്ലിൽ ചെറിയ സ്കാരപ്പള്ളി അവിടെ മാസം ഒരു വർഷത്തില് നമ്മുടെ പരിമിതമായ ഇതിൽ നിന്നും കിട്ടുന്ന ചുറ്റമായ ഇതിൽ നിന്ന് നമ്മൾ കൊടുത്തേക്കും. ഒരു വർഷത്തേക്കുള്ളത്. കൊറോണയുടെ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ വരെ വന്നു. പള്ളിയിലെ ഉസ്താദുമാരുടെ ശമ്പളവും പ്രശ്നങ്ങളും ഒക്കെയാണ്. നമ്മൾ ഈ ഫീൽഡിലല്ലേ ഉസ്താദുമാരുടെ അവസ്ഥയും വിഷയങ്ങൾ നമുക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ പറയും, ഒരു കൊല്ലത്തേക്കുള്ളത് റമദാൻ ഉൾപ്പെടെ ഉള്ളത് എഴുതി ഒന്നായിട്ടും അവർക്ക് ആ ഒരു മാസത്തെ ശമ്പളങ്ങൾ അവർ ഉസ്താദുമാരെ കറക്റ്റ് ചെയ്ത് പോയി. അങ്ങനെ എന്താ നിങ്ങൾക്ക് മാസം കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. എന്റെ മകൻ 10,000 രൂപ പിടിച്ചു സാഹിബ്, 2-3 മാസത്തേക്ക്, ഒരു 10 മാസത്തേക്ക് ഉള്ളത് റാഹത്തായി കൊടുത്തൂടെ? അങ്ങനെ ഉത്തരവ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ കൊടുത്തൂടെ? ഇത് നമ്മളിങ്ങനെ വെച്ചിരിക്കും. ബുദ്ധിമുട്ടും കുടിച്ചുകൊണ്ടെന്നും പറഞ്ഞ് എപ്പോഴും ഇരിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും എപ്പോഴും കുടുസായി. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാനത ലഹു മദ്ലമത്തുൻ ലിഅഹദിൻ മിൻ അർളിഹി, ആരോടെങ്കിലും അഭിമാനത്തിന്റെ വിഷയത്തിലോ സമ്പത്തിന്റെ വിഷയത്തിലോ എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ഫല്ലതഹല്ലൽഹു മിൻഹു, അവനോട് ആ വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കണേ, പൊരുത്തപ്പെടിക്കണേ. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞോ. സമ്പത്താണ്, നിങ്ങൾ എന്തെങ്കിലും അവനിൽ നിന്ന് വാങ്ങിച്ചതാണ്, കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് പോയി പൊരുത്തപ്പെടിക്കപ്പെടിക്കും. ചില ആളുകളുടെ കടം വാങ്ങിച്ചുകൊണ്ട് പോകാൻ വലിയ മനസ്സാണ്. അള്ളാഹു തിരിച്ചു ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യ. 10,000 രൂപ 20,000 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര റാഹത്തായിരുന്നു. പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല.
കടൻ തിരിച്ച് ചോദിക്കുന്നത് വലിയ വിഷയം. ആ കടക്കാരൻ വന്ന് വീടിന്റെ വാതിൽക്ക് വന്നിരിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞു. ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇത് കടം വാങ്ങി 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 ശീലിക്കുന്ന കുറെ മോമിനിയങ്ങളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൊടുക്കാൻ ഒരിക്കലും കഴിയില്ലാതെ ഇവനറിയാം, എന്നാലും വാങ്ങുന്നതിന് യാതൊരു കുറവില്ല. അവിടുന്ന് ഇവിടുന്ന് കാണുന്ന എല്ലാ സമ്പന്നരെടുത്തും പോയിട്ട് നേരം വെളുക്കുമ്പോൾ പോയിരിക്കും. അയവാൻ വന്ന് കയറിയിട്ട് പോകാതിരിക്കുന്ന ശല്യം കാരണം പുറത്തുപോവാൻ 10,000 കൊടുക്കും, 20,000 കൊടുക്കും, പിന്നെ തിരിച്ചു കിട്ടലുണ്ടാവില്ല. ഇതൊക്കെ തിരിച്ചു നീ കൊടുത്തോ അല്ലെങ്കിൽ പോയി പൊരുത്തപ്പെടിച്ചോ, ഒരു ദീനാറും ഒരു ദിർഹമും ഒരു നാണയത്തുട്ടുകൾ പോലും നിനക്ക് തുണയാകാത്ത ഘട്ടം വരുന്നുണ്ട് നാളെ മഹ്ശറ. അതിനു മുമ്പ് നീ പൊരുത്തപ്പെടിച്ചോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതും. ഇവന്റെ അവിടെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ മതി. ഇവന്റെ ഫോണ് നമ്പർ നോക്കിയിട്ട് കറക്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാം, വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്ത് വെക്കാം. അതാവുമ്പോ പിന്നെ കുഴപ്പമില്ല. ചീത്തവിളി കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് നോക്കുമ്പോൾ അതും ബ്ലോക്കാണ്. അപ്പൊ വേറെ നമ്പറിൽ നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് നോക്കി, അപ്പൊ അതും ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ നീ ഇവിടെ ദുനിയാവിൽ സിഗ്നലും അതൊക്കെ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചാലും നാളെ ആഖിറത്തിൽ നീ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തും. അവിടെ നീ ഖേദിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കി. എല്ലാവരും നല്ല രീതിയിൽ സംഭാവന പള്ളിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടെ നൽകാൻ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ സദഖ നൽകുന്ന സഹോദരങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖകൾ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരു സാമ്പത്തികമാകുന്ന പ്രയാസം നിനക്കുണ്ടാകുമ്പോ നിന്നെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് സമ്പത്ത് തിരിച്ചു കൊടുക്കാതിരിക്കരുത്. അവരെ കണ്ടുകൊണ്ട് നീ പൊരുത്തപ്പെടിക്കുകയെങ്കിലും ചെയ്യണേ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഒരു ദീനാർ പോലും നിന്റെ കയ്യിലെടുക്കാനില്ലാതെ വരുന്ന സമയത്ത് നീ ഖേദിക്കേണ്ടി വരുമേ. ഫൈൻ കാന ലഹു അമലുൻ സാലിഹുൻ, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തതാകുന്ന സകല നന്മകളും നിന്നിൽ നിന്ന് അല്ലാഹു പിടിക്കുമത്രേ. എന്നിട്ട് ആക്രമിക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ടവന് നിന്നെ സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. നീ ആരെയാണോ ആക്രമിച്ചത്, ആരുടെ സമ്പത്താണോ വാങ്ങിച്ചു കൊണ്ടുപോയത്, ആരുടെ വിഷയത്തിലാണോ ദുനിയാവിൽ നീ ക്രൂശിച്ചത്, അവൻ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും എടുത്തു കൊടുക്കുകയാണ്. നിനക്കൊരു നന്മയും നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആക്രമിക്കപ്പെട്ടവന്റേതാകുന്ന സർവ്വ തെറ്റുകളും അല്ലാഹു എടുക്കുകയാണ്. ആക്രമിച്ചവന്റെ മേൽ അല്ലാഹു ചുമത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പാഠമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസ്ലിമും പഠിച്ചു വെക്കണേ. സമ്പത്തിന്റെ വിഷയത്തിൽ ഗൗരവമായി പഠിച്ചു വെക്കേണ്ട വിഷയമാണ്. ഹക്കടപാടുകളെ ശ്രദ്ധിക്കണേ. ഈ വാതിന്റെ ആകത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നത്, എന്തെങ്കിലും സാമ്പത്തികമാകുന്ന ക്രമക്കേടുകൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അല്ലാഹ്. ഞാൻ ഇന്ന കമ്മിറ്റിയിൽ നിലകൊള്ളുന്ന വേളയിൽ, ഞാൻ ഇന്ന ഇമാമത്ത് നിർവഹിക്കുന്ന വേളയിൽ, ഞാൻ ഇന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന വേളയിൽ എന്റെ കീഴുദ്യോഗസ്ഥരോട്, എന്റെ നാട്ടുകാരോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ അയൽവാസികളോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട്, ഈ നാട്ടിലുള്ള ജീവജാലങ്ങളോട് എല്ലാം ഞാൻ എന്റെ ഹക്കടപാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഒരു വേള നീ ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമേ. നീ ആക്രമിച്ചതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ അവന്റേതാകുന്ന സർവ്വതിന്മകളും അല്ലാഹു നിന്റെ മേൽ ചുമത്തുന്ന ഘട്ടമാണ് മഹ്ശറയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ നമസ്കാര ചിട്ട വെക്കാത്തവനാണ് നീ, നോമ്പുകൾ കൃത്യത വെക്കാത്തവനാണ് നീ, സകാത്തുകൾ കൊടുക്കാത്തവനാണ് നീ, ഹജ്ജ് പോലും ചെയ്യാൻ പറ്റാത്തവനാണ് നീ, പാവപ്പെട്ടവനാണ് നീ. നാളെ ആഖിറത്തിൽ ഇരു കൈയും നീട്ടിക്കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഘട്ടം ഒന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹക്കടപാടുകൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ദമസ്കസ് പട്ടണത്തിൽ നിന്ന് തരിഖ് ഉസ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 70 ദിവസത്തെ യാത്രയാണ്.
3000 കിലോമീറ്ററുകൾ അപ്പുറമുള്ളതാകുന്ന തരിക്കുമാനസ് പറയുന്ന സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. 70 ദിവസം യാത്ര ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു കിതാബിന്റെ ഇബാറത്ത് എഴുതാൻ ബഹുമാനപ്പെട്ടവർ ഒരു പേന ഒരു സഹോദരിൽ നിന്ന് വാങ്ങുകയാണ്. ആ പേന ബഹുമാനപ്പെട്ടവർ എഴുതിയതിനു ശേഷം തിരിച്ചു കൊടുക്കാൻ മറന്നുപോയാണ്. സുബ്ഹാനല്ലാഹ്. ദമസ്കസ് എന്ന് പറയുന്ന തന്റെ പട്ടണത്തിലേക്ക് 70 ദിവസം യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ടവർ തിരിച്ചെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് പോക്കറ്റിൽ കിടക്കുന്ന പേനയെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ശ്രദ്ധ പോരുന്നത്. ബഹുമാനപ്പെട്ടവർ ഇരിക്കാൻ തയ്യാറാകുന്നില്ല, കിടക്കാൻ തയ്യാറാകുന്നില്ല. തിരിച്ചു പോവുകയാണ്. 3000 കിലോമീറ്റർ അപ്പുറമുള്ളതാകുന്ന നാട്ടിലേക്ക്, തരിക്കുമാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്റെ കൂട്ടുകാരനെ കാണാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പോയാണ്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, സഹോദരാ. ആ നാട്ടിലേക്ക് തിരിച്ചു നിന്നുകൊണ്ട് കൂട്ടുകാരനോട് പറയുകയാണ്, ഇതാ നിന്നിൽ നിന്ന് വാങ്ങിച്ച പേനയാണ്. തിരിച്ചു കൊടുക്കുമ്പോ ആ കൂട്ടുകാരൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. എത്ര വലിയ ആലിമാണ്, എത്ര വലിയ പണ്ഡിതനാണ്. ഈ പേനയൊന്ന് തിരിച്ചു തരാൻ വേണ്ടിയാണോ അവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തത്? 3000 കിലോമീറ്റർ യാത്ര ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചറബിന്റെ ദർബാറിൽ ഈ പേരയുടെ വിഷയത്തിൽ എന്നെ ഹിസാബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് പഠിച്ചു വെക്കണേ മുസ്ലിമേ. പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ വില കൂടിയതാകുന്ന വാച്ചിതാ ഉടുക്കുന്ന സ്ഥലത്തിരിക്കുന്നത് കാണുമ്പോ അത് റാഡോ വാച്ചാണെന്ന് കരുതിക്കൊണ്ട്, അത് റോളക്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് മറ്റുള്ളവന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന മുസ്ലിമേ, ഇറങ്ങിപ്പോൾ നല്ല മനോഹരമായ ചെരുപ്പ് കിടക്കുമ്പോ ആ ചെരുപ്പ് കാലിലിട്ടുകൊണ്ട്, അത് ബാറ്റയുടെ ആകട്ടെ ടാറ്റയുടെ ആകട്ടെ അടിച്ചുകൊണ്ട് പോകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചവൻ കണ്ട പാഠമാണ്. അത് തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറാകണേ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നീ ചിന്തിക്കേണ്ട പാഠമാണ്. പള്ളിയിൽ വന്നുകൊണ്ട് പള്ളിയിലെ ഇമാമിന്റെ മൊബൈൽ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളില്ലയോ? സുജൂദിലെ ജനങ്ങൾ മുഴുവനും കടക്കുമ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്നതാകുന്ന 2000 നോട്ട് അത് കാറ്റിൽ പാറി പുറകിലെ സഫിലേക്ക് പോകുമ്പോ ആ രൂപ പോലെ പോക്കറ്റിലിട്ട് കൊണ്ട് പോകാൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത മുസ്ലിമേ, ആഖിറത്തിൽ ഹിസാബിടപ്പെടുമെന്നുള്ള ബോധം നിനക്ക് വേണേ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കേവലം ഒരു സ്വർണ്ണത്തിന്റെ പേനയല്ല, ഒരു വെള്ളിയുടെ പേനയല്ല, ഒരു പേന. ആ പേന തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ 70 ദിവസം യാത്ര ചെയ്തിട്ട് ആ നാട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തുവെങ്കിൽ ആഖിറത്തിലെ ഹിസാബ് പേടിച്ചിട്ടാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ പിൻതലമുറക്കാരായ മുസ്ലിമേ, ഈമാനിന്റെ കനകക്കട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹക്കടപാട് വേണേ. ഒരു നയാ പൈസ പോലും നിന്റെ ജീവിതത്തിൽ ഹറാമല്ലാത്തത് തുടരുത്. നിന്റെ മക്കൾക്ക് കൊടുക്കരുത്, നിന്റെ കച്ചവടത്തിലൂടെ സമ്പാദിക്കരുത്, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കരുത്. ഹറാമായ പൈസ കൊണ്ട് നീ വീട് കെട്ടിപ്പണിക്കരുത്. ഹറാമായ പൈസ കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് നൽകരുത്. ഹറാമായ പൈസ കൊണ്ട് വന്ന് മദ്രസയ്ക്ക് നീ കൊടുക്കരുത്. ഹറാമായ പൈസ കൊണ്ട് വന്ന് പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനിരപ്പാ നീ തുനിയരുത്. ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമേ, പടച്ചറബിന്റെ ദർബാറിൽ ഖേദിക്കേണ്ടി വരുമേ. അതുകൊണ്ട് ഹക്കടപാടുകൾ ശ്രദ്ധിക്കണേ, ഹക്കടപാടുകൾ ഗൗരവത്തിൽ കാണണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ.